നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. 54 വർഷത്തിലധികമായി കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ. ഈ 54 വർഷത്തിൽ തന്നെ 12 വർഷത്തിലധികമായി നെഹ്റു ട്രോഫി വള്ളംകളിയെ നിയന്ത്രിച്ച ചീഫ് അമ്പയർമാരിൽ ഒരാൾ. വള്ളംകളി പ്രേമികളുടെ ഇടയിലെ ഏക ഇക്ക. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വരൂ. ഇദ്ദേഹമാണ് ശുഭ്രവസ്ത്രധാരിയായ കുമ്മനം അഷ്റഫ് ഇക്ക. വള്ളംകളിക്കാർക്കിടയിലെ, നേരത്തെ പറഞ്ഞ പോലെ വള്ളംകളിക്കാർക്കിടയിലെ ഏക ഇക്കയാണ്. ഒരു വള്ളംകളി പ്രേമം തുടങ്ങിയത് ഏത് കാലഘട്ടത്തിൽ, എങ്ങനെയായിരുന്നു അതിലേക്കൊരു വള്ളംകളിയിലേക്കുള്ളൊരു വരവ്? എൻ്റെ പിതാവ് ഒരു വള്ളംകളിക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മൾ താഴത്തങ്ങാടി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. അത് ശരി. അപ്പോൾ അതുപോലെ ഈ എല്ലാ വള്ളക്കാരും എല്ലാ വള്ള ഉടമകളും ഒക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഈ ഭക്ഷണം കഴിക്കാനും ഈ റെസ്റ്റ് എടുക്കാനൊക്കെ വരുന്നത്. അപ്പോൾ വള്ളംകളിയോട് എൻ്റെ ഒരു വർഷത്തെ വള്ളംകളി കഴിയുമ്പോൾ അടുത്ത വർഷം വള്ളംകളി ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് ഞാൻ ഇരിക്കും. പിതാവിൻ്റെ വള്ളം വന്നപ്പോൾ ആ വള്ളത്തെ കയറണമെന്നുള്ള ആഗ്രഹം. കയറ്റിയല്ല, നമ്മൾ കൊച്ചു പിള്ളേരല്ലേ, കയറ്റിയല്ല. അപ്പോൾ അങ്ങനെ കയറി ഒരു പ്രാവശ്യം ബലമായിട്ട് കയറിയിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളം കോരിക്കോളാൻ പറഞ്ഞു. വള്ളത്തിനകത്ത് കയറി വെള്ളം കോരായിരുന്നു. അപ്പം എൻ്റെ പിതാവിൻ്റെ കൂടെ ഉള്ള അമരക്കാരനായിരുന്നു രാഘവൻ എന്ന് പറയും, വേളൂർ രാഘവൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനോട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ളം കോരുന്നതിനാണ് ഈ കൊച്ചു വെള്ളമല്ലേ, 20 പേര് പറഞ്ഞ് കൊച്ചു വെള്ളത്തല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കോരി കളഞ്ഞിട്ട് ഈ വെള്ളം കയറിയാൽ വെള്ളം മുങ്ങിപ്പോകും. അങ്ങനെ ഈ വെള്ളം കോരൽ ഞാൻ വിദഗ്ധനായിരുന്നു. കയറുന്ന വെള്ളം അന്നേരം കോരിക്കളയും. ഈ ഞാൻ അടിയൊന്നും കൊച്ചു വയ്യണ്ടേ കോരിക്കൊള്ളുന്നത്. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇവനെ നിർത്തിക്കാക്കാന്ന് പറഞ്ഞു. അങ്ങനെ മത്സരത്തിന് ഞാൻ വെള്ളം കോരുവാനായിട്ട് മത്സരിച്ച് ജയിക്കുക. അപ്പം പിന്നെ എന്നെ സ്ഥിരമായിട്ട് അപ്പം തോൽത്തിക്കാരനായി. അപ്പം ഇതേ കയറ്റിയല്ല, വള്ളത്തെ കയറിയല്ല, പിതാവിൻ്റെ വള്ളത്തെ കയറി. നമ്മൾ വേറെ പോയി വള്ളം പോയി വാപ്പാടെ പിന്നെ പേര് വെച്ച് വേറെ വള്ളം എടുത്ത് വള്ളം എടുത്ത് വാപ്പാക്ക് എല്ലാ വള്ളക്കാരോട് പരിചയമുണ്ട്. പക്ഷേ അനുമാർക്ക് ഒരുപാട് വള്ളമുണ്ട്. അപ്പോൾ അവരുടെ ചെമ്മന്തരാമെന്ന് ഒരു വള്ളം പോയി എടുത്തോണ്ട് ഇവിടെ വന്നപ്പോൾ അവരുടെ തന്നെ ഇരുവള്ളത്തിലാണ് വാപ്പ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എതിര് വള്ളത്തോടുകൂടി വാപ്പ പിന്നെ പിന്മാറുക. അപ്പോൾ അപ്പനെതിരെയാണ് ആദ്യം തുഴഞ്ഞത്. ഈ അപ്പനെതിരെ തുഴഞ്ഞ വള്ളം, ആ വള്ളംകളിയിൽ എങ്ങനെയായിരുന്നു റിസൾട്ട്? എങ്ങനെയായിരുന്നു? റിസൾട്ട് ഞാൻ ജയിച്ചു. അപ്പോൾ അപ്പൻ എന്ത് പറഞ്ഞു? അല്ല, ഞാൻ നാട് വിട്ടു. അത് ശരി. വരാനുണ്ട് മലപ്പുറത്ത് നിലമ്പൂർ പോയി. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ആൾക്കാരൊക്കെ അറിയിച്ച് വന്നു. ജനങ്ങൾ ഇപ്പം ഇന്നത്തെ ഈ കലോത്സവത്തിന് പിള്ളേർ പോകുമ്പോൾ പിതാക്കന്മാരും ബന്ധുക്കളും പോകരുത് എന്ന് പറഞ്ഞാൽ വള്ളംകളിയിലെ ടീമിന് വരുമ്പോൾ അവരുടെ ആൾക്കാർ മുഴുവൻ കരക്കുണ്ട്. അപ്പോൾ അങ്ങ് ഭയങ്കര വാശിയായി വള്ളംകളി. ചെറുവള്ളങ്ങൾ വിട്ട് കഴിഞ്ഞാൽ കരക്കൂടെ ആളുകൾ ഓടുക. പിന്നെ ഏത് പ്രായത്തിലാണ് ഈ നെഹ്റു ട്രോഫി ആയിട്ട് അസോസിയേറ്റ് ചെയ്തത്? ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ ഈ വള്ളത്തിലെ ഉടമകളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഈ ഏതെങ്കിലും മത്സരത്തിൽ വള്ളംകളി കഴിക്കുമ്പോൾ ഈ ഉടമകൾ നമ്മളോടൊന്ന് ഈ അഭിനന്ദനവും കല്ലൂപ്പുറം ആനുമാത്യം കൊണ്ടുവന്ന 100 രൂപ നോട്ട് ഞാൻ ആദ്യം കാണുന്നത് അങ്ങനെയാണ്. വടക്കോലുള്ള അതിൻ്റെ ഉടമ അച്ചോമൈക്കൽ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം 99ാമത്തെ വയസ്സിൽ വള്ളത്തെ വെച്ച് മരിക്കുക. കളിവള്ളത്തെ അത്രയും വള്ളങ്ങളിൽ ജീവനായിരുന്നു. പുള്ളിയാണ് എൻ്റെ എനിക്ക് കടപ്പാടുള്ള ഏറ്റവും വലിയ വ്യക്തിയത. മറപ്പെട്ടു പോയി. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യം ഏറ്റെടുത്ത ചുമതല എന്തായിരുന്നു? നെഹ്റു ട്രോഫി ആദ്യം അമ്പയറുടെ കൂടെയായിരുന്നു. അമ്പയർ വള്ളങ്ങളിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലി അതാ. എന്തൊക്കെയാണ് ഒരു അമ്പയറുടെ ചുമതല? അമ്പയർ പറഞ്ഞാൽ വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റ് വള്ളം നിയമപരമായിട്ട് ഒരു വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റ് പിടിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുക അനുസരിച്ചാണോ വള്ളം മത്സരിച്ച് പോകുന്നത്. എന്തൊക്കെയാ നിയമത്തിൽ ട്രാക്ക് കെട്ടാൻ പാടില്ല. ഇപ്പൊ ഒരു വള്ളത്തിന് ഓരോ വള്ളത്തിന് ഒരേ തൊഴിൽക്കാർ എണ്ണമുണ്ട്. ഇന്നതിൽ കുറയാൻ പാടില്ല, ഇന്നതിൽ കൂടാൻ പാടില്ല. അപ്പോൾ കൂടിയിട്ടുണ്ടോ കുറയാനുണ്ടോ, യൂണിഫോം ഉണ്ടോ, യൂണിഫോം ഇല്ലയോ, യൂണിഫോം ഇട്ടില്ലെങ്കിൽ അവനെ അഴിമതി കളിപ്പിക്കാം. പിന്നെ ട്രാക്ക് തെറ്റിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മൊത്തം കാര്യങ്ങൾ നോക്കി നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ. ഈ ട്രാക്ക് നോക്കുന്നത് എങ്ങനെയാണ്? ട്രാക്ക് നോക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്കൂളിൽ വള്ളത്തിന് നമ്മളൊരു ഇടഭാഗത്തായിട്ട് നിൽക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് കാണാവുന്നൊരു ഒരു മദ്യത്തിൻ്റെ വല്ല അല്ലാത്ത ഒരു സ്ഥലത്ത് ബോട്ടിനായിട്ട് കിടക്കുക, അരികെ പറ്റി കിടക്കും. ഈ വള്ളം വിട്ട് വന്നു കഴിയുമ്പോൾ ഏത് ട്രാക്കാണ് വള്ളം വിട്ട് വന്നു കഴിയുമ്പോൾ ആ കൂടെ തന്നെ പോകും. നമ്മൾ കൂടെ അല്ല, ആ ഒരു മത്സരത്തിന് നമ്മൾ ബോട്ടിലോ സ്പീഡ് ബോട്ടിൽ പോകും. പോയിട്ട് അതിൻ്റെ കൂടെ പോയിട്ട് നമ്മളെ കൊടി കാണും. ഇത് സഞ്ചരി ആ ട്രാക്ക് തരുന്ന ഓരോരുത്തരും നമ്മൾ ഒരാളല്ലോ ട്രാക്ക് നോക്കുന്നത്, 4 ട്രാക്ക് നോക്കുന്നത്. അതിനകത്ത് ഒരു ചീഫെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉത്തരവാദിത്തമില്ല. അപ്പോൾ അങ്ങനെ അത് ഫിനിഷിംഗ് പോയിന്റ് വരെ ഇവനെ കടത്തി വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വള്ളത്തിൻ്റെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വള്ളം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളക്കൊടി കാണിക്കും. വെള്ളക്കൊടി കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടർ ഈ വള്ളം വിടുകയുള്ളൂ. കാരണം ഏതെങ്കിലും കാരണവശാൽ ഒരു അപകടം ഉണ്ടായി തടസ്സം ഉണ്ടെങ്കിൽ ഈ വള്ളം വിട്ടാൽ കൂട്ടിയിരിക്കും. അപ്പോൾ ഈ അമ്പയറുടെ കയ്യിലാണ് ചൂൾ ഈ വള്ളത്തിന്റെ. ഇപ്പം ഷാർട്ടൊക്കെ വിളിച്ചു ചോദിക്കുന്നത് എന്നാ കൊടി മാറ്റാത്ത ചോദിക്കുന്നത്. ഇവിടെ ഒരു വള്ളം മുങ്ങി കിടക്കുക, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാണ് അമ്പയർ. ഒരു ചീഫ് അമ്പയറുടെ കീഴിൽ എത്ര അമ്പയർമാർ? 4 പേര് കൊടുക്കണം. 4 ട്രാക്കുള്ള മത്സരങ്ങളിൽ 4 ട്രാക്കിന്റെ എണ്ണം അനുസരിച്ച് ഒരു ചീഫും മാത്രമേ ഉള്ളൂ. അമ്പയർമാർ എല്ലാവർക്കും ചുമതല ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു ചീഫ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, ഇപ്പം നമ്മൾക്ക് പ്രായത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചാൽ എന്നെ ചീഫാക്കും. എത്ര വർഷം ഇങ്ങനെ അമ്പയറായിട്ടും ചീഫ് അമ്പയറുമായിട്ട് പ്രവർത്തിച്ചു? ഞാൻ അമ്പയറായിട്ട് ഒരു 10 വർഷത്തോളം അമ്പയറായിട്ട്. ആദ്യത്തെ അമ്പയറായിട്ട് പ്രവർത്തിച്ച ആദ്യ വള്ളംകളി ഏതാ നെഹ്റു ട്രോഫി? 1991 91 മുതൽ എത്ര വർഷം? 93 മുതൽ. അന്ന് രഘു കുപ്പപ്പുറം ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങളും SM വിൽപ്പാലെന്ന് പറഞ്ഞാൽ അവര് ഞങ്ങളെല്ലാം കൂടെ അമ്പയർ പാൻഡായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു വള്ളം.
93 മുതൽ ഏത് വർഷം വരെയാണ് അമ്പയറായിട്ട്? 93 മുതൽ 2000 ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നില്ല. 11 വർഷമാണ് ചീഫ് അമ്പയറായി. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടിടയ്ക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? നല്ലതെന്ന് പറഞ്ഞാൽ നല്ലത് ഒരുപാടുണ്ട്, മോശം ഏറ്റവും ദയനീയമായ രംഗമുണ്ട്. അതേതാ? അത് 985 എൻ്റെ ഓർമ്മ. ഈ വെള്ളൂർ വള്ളംകളിയുണ്ട്, വെള്ളൂർ കറവൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വെള്ളൂർ വള്ളംകളി. അന്ന് ഞാൻ പടക്കൂരയുടെ വള്ളവും പടക്കൂരയുടെ ചെറിയ വള്ളവും വെപ്പുവെള്ളം ഉണ്ടായിരുന്നു. അത് രണ്ടും മത്സരിക്കുന്നതാണ്. അപ്പോൾ ഈ മത്സരം കാണാൻ വേണ്ടി എതിർ അവിടുത്തെ വടകാറുകാരൊക്കെ എതിരുകൊണ്ട്. അപ്പോൾ ഈ വള്ളംകളി മത്സരത്തിന് ഈ ആൾക്കാർ ഫിനിഷിംഗ് പോയിന്റ് റെയിൽവേ പാലത്തിന് അവിടെയായിരുന്നു. റെയിൽവേ കറവൻ റോഡ് റെയിൽവേ പാലത്തിൻ്റെ മുകളിലായിരുന്നു. ഈ ഫിനിഷിംഗ് പോയിന്റ് റെയിൽവേ പാലത്തിന് ആൾ മുഴുവൻ തിങ്ങി. അപ്പം വേണാലസുഹൃത്ത് ആ കാലത്തുണ്ടായിരുന്നു, വേണാലസുഹൃത്ത് അന്ന് തുടങ്ങിയ കാലത്ത്. അപ്പോൾ ഈ ഞങ്ങളുടെ ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ അവിടെ നിന്ന് വരിക. ഈ റെയിൽവേ കമ്മിറ്റിക്കാർ ഇത് അറിയിപ്പിച്ച് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ട്രെയിൻ വരുന്നു എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വള്ളത്തെ മത്സരിച്ച് ഫിനിഷിംഗ് അടുക്കാൻ ഞാൻ വള്ളത്തെ നടക്കുക താളോ. അപ്പം ഈ വള്ളത്തിൻ്റെ നടുക്കുന്ന ഞാൻ കേൾക്കുമ്പോൾ ട്രെയിൻ വരുന്നു. ഈ ആൾക്കാർ ട്രെയിനിൻ്റെ മുമ്പിലോട്ട് കുറേ പേര് ഓടി. ഈ ട്രെയിൻ എവിടെ നിന്ന് വരുന്നു പറഞ്ഞില്ല. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ അഴിക്ക് സൈഡിൽ നടുക്ക് മധ്യത്തിലൊക്കെ ആയിട്ട് അഴിയുണ്ടല്ലോ, ആൾക്കാർ കയറി നിൽക്കാൻ പറ്റും. ആ അഴിക്കകത്ത് ആൾ തിങ്ങിപ്പോയി. ആ തിങ്ങിയ സൈഡിലുള്ള ആൾക്കാരെ മുഴുവൻ ട്രെയിൻ തെറിപ്പിച്ചു. ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് പോയ ആൾക്കാർ അങ്ങനെ 13 പേരോളവും അന്ന് ഇടിച്ച് വെള്ളത്തിൽ പോയെന്നാണ്. കാരണം പിന്നെ വള്ളംകളി ഉണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് സൈഡിൽ നടപ്പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വള്ളംകളിക്ക് ഒബ്സർവറുടെ റോളാണ്, നിരീക്ഷകന്റെ റോളാണ്. അങ്ങനെ വരുമ്പോൾ നിരീക്ഷകന്റെ റോൾ എന്താണ്? പറഞ്ഞാൽ മൊത്തം നിരീക്ഷണമാണ്, എല്ലാം നിരീക്ഷിക്കണം. സ്റ്റാർട്ട് തൊട്ട് ഫിനിഷ് വരെ അവിടെ നടക്കുന്ന എല്ലാം നിരീക്ഷിക്കണം. നേരത്തെ നമുക്ക് ട്രാക്ക് മാത്രം നോക്കിയാൽ ഇതിപ്പോൾ അല്ല, സ്റ്റാർട്ടർ തൊട്ട് വള്ളംകളി നടക്കുന്ന മുഴുവൻ ഒരു ചീഫ് കോർഡിനേറ്ററുടെ റേസ് ചീഫ് കോർഡിനേറ്റർ പോലെ ആ വള്ളംകളി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും നിരീക്ഷിച്ച് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. കാരണം ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ആയിരിക്കും, സ്റ്റാർട്ടർ ആണെങ്കിലും അമ്പയർ ആണെങ്കിലും വള്ളക്കാരാണെങ്കിലും എല്ലാം നിരീക്ഷണം അവൻ്റെ ഉത്തരവാദിത്തമുള്ളതാണ്. അപ്പം ആ നിരീക്ഷകന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വള്ളംകളിയുടെ നടത്തിപ്പ് തന്നെ. ആ നിരീക്ഷകന്റെ വിമർശനം വരുന്നതാണെങ്കിലും അനുകൂലം വരുന്ന എല്ലാം ഇപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. മോശം വരുന്ന സംഭവം ഇപ്പം എന്തെങ്കിലും തടസ്സം വന്നതിൻ്റെ കാരണം എന്താ അത് നിരീക്ഷണം എഴുതി കൊടുക്കണം. അതാണ് നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇക്കായുടെ വീട്ടിലെ മുകളിലത്തെ റൂമിലാണ്. ഇതൊരു വള്ളംകളി മ്യൂസിയമാണ്. ഈ റൂം എന്ന് പറയുന്നത് ഒരു വള്ളംകളി മ്യൂസിയമാണ്. ഇവിടെ ഇത് കണ്ടില്ലേ, ഒരുപാട് ബാഡ്ജുകൾ. ഈ ബാഡ്ജുകൾ മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ജലമേളകളിൽ വിവിധ റോളുകൾ വഹിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ കൊടുത്ത ബാഡ്ജുകളാണ്. ഇതിപ്പോൾ ഒരെണ്ണം കൈനകരി ജലോത്സവം 2023 ഒക്ടോബർ 23, 21. അവിടെ എന്ത് ചുമതലയായിരുന്നു കൈനകരിയിൽ? അവിടെ ജഡ്ജായിരുന്നു. അപ്പോൾ ജഡ്ജായിട്ടും റെഫറി ആയിട്ടും അമ്പയർ ആയിട്ടും ഒക്കെ പോയി വിവിധ ജലമേളകളിൽ എല്ലാം നല്ല മനോഹരമായിട്ട് വെറുതെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയല്ല, എല്ലാം നല്ല മനോഹരമായിട്ട് അടുക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ബാഡ്ജുകളും ഉണ്ട്, ഒഫീഷ്യൽ ബാഡ്ജുകൾ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടെ തുഴകളുണ്ട്. പിന്നെ പഴയ ഒരു വള്ളംകളിയുടെ ഫോട്ടോ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അലമാരി നിറയെ ചിത്രങ്ങളുണ്ട്, ഫോട്ടോസുണ്ട്. പിന്നെ തുഴ, അതുപോലെ ഇക്കായെക്കുറിച്ച് വന്ന പേപ്പർ കട്ടിങ്ങുകളുണ്ട്, ട്രോഫികൾ. മുകളിലത്തെ ആ ഒരു വാർഡ്രോബ് നിറയെ ട്രോഫികളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് കണ്ടുവരാം. കുഞ്ഞു വള്ളങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇത് എൻ്റെ മക്കൾ രണ്ടുപേരും ഈ ഹോട്ടൽമാരുടെ ഷെഫുമാരാണ്. ഒരാളിപ്പം ആരിനില്ല, മൂത്തവൻ. രണ്ടാമൻ ദുബായിലാണ്. ഇപ്പോൾ ഇവിടെ നാട്ടുണ്ട്. അപ്പോൾ ഈ ദുബായിലുള്ളവന് ഇങ്ങനെ കൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന വലിയ താല്പര്യമാണ്. പുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടി. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ സ്പൂണാണ് ഇത്. ഹോട്ടൽ ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഇങ്ങനെ ഉണ്ടാക്കി ചുണ്ടൻവെള്ളം, വെപ്പുവെള്ളം, ഇരുട്ടുകുത്തിവെള്ളം, ഈ നമുക്കുള്ള വള്ളങ്ങളാണ്. ഐസ്ക്രീമിന്റെ സ്പൂണുകൾ കൊണ്ടാണ് ആ കുഞ്ഞ് മിനിയേച്ചർ വള്ളങ്ങളുടെ മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് ഒരു കുറച്ചധികം തുഴകൾ ഇവിടെയുണ്ട്. അതിൽ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയൊരു തുഴയാണ് ഇത്. നമ്മുടെ ആലില പോലെ ഉള്ള ഒരു തുഴയുന്ന ഒരു ഭാഗമുള്ള ഒരു തുഴ. ഞാനിതുപോലത്തെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന ഇങ്ങനെ നീളമുള്ള താഴോട്ട് ഇച്ചിരി വീതിയുള്ള അങ്ങനെ ഇതാണ് കണ്ടിരിക്കുന്നത്. ഇത് മറ്റേ ഇല പോലെയുള്ളത്. ഇതെന്നാ ഇങ്ങനെ ഒരു സംഭവം? ഇത് നമുക്ക് 2 തുഴകളാണ് ഉള്ളത്. എറണാകുളം വടക്കോട്ട് നമ്മുടെ വൈക്കത്തിനപ്പുറം എറണാകുളം സൈഡിലോട്ട്, തൃശ്ശൂർ സൈഡിലോട്ട് ഇതാ വട്ടപ്പങ്കായം എന്ന് പറയും. എന്താ ഇതിന്റെ പേര്? വട്ടപ്പങ്കായം. നമ്മൾ ഇവിടെ കൊണ്ട് വന്ന തുഴ പന കൊണ്ടുണ്ടാക്കിയ നയമ്പ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഇതാ നമ്മുടെ നയമ്പ് ഇതാ. അപ്പൊ ഇത് രണ്ടോ വ്യത്യാസം പറഞ്ഞാൽ അവർക്ക് പരിശീലനം ഇതിനകത്താണ്.
നമുക്ക് ആ പരിശീലനം അവരെങ്ങനെയാ അത് തുഴയുന്നത് എങ്ങനെയാ? അവരെന്ന് പറഞ്ഞാൽ അത് ഈ 1 3 പറയും. ഒന്ന് ശക്തിയിലിടും, പിന്നെ ഒന്ന് തോണ്ടി ഇങ്ങനെ വരും, പിന്നെ മൂന്നാമത്തെ അതാണ് 1 ശക്തിയില് 2 തോണ്ടി മൂന്നാമത് മത്സരം 1 3 5 7 അങ്ങനെ മത്സരം പറയുമ്പോൾ അവര് വേഗം വേഗം ഇട്ടുകൊണ്ട് മത്സരം പറയുന്നത്. പക്ഷെ അവരെ മത്സരത്തിന്റെ ഇത് 1 3 അതിന്റെ പേര് കട്ടപ്പങ്കായ തടി കൊണ്ടല്ലേ? ഇത് നയമ്പല്ലേ? അത് പനമുണ്ട്. അത് ശരി. ഇപ്പൊ ഇക്കയുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഇക്ക ഈ വള്ളംകളിയെ കുറിച്ച് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയാൽ വള്ളപ്പാടിന് മുന്നിലാണ്. നിർത്തുകയല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ്, ഫിനിഷിംഗ് പോയിന്റ് കടന്ന് കുതിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്പീഡ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കേട്ടാൽ മനസ്സിലായെന്ന് വരികയല്ല, എന്നാലും നിങ്ങൾ പിടിച്ചെടുത്തോണം കേട്ടോ, എവിടെയും വിട്ട് പിടിച്ചോണം. വള്ളംകളിയുടെ ആവശ്യമാണ്. പക്ഷെ ഒരുപാട് പാർട്ടികളുണ്ടായിരുന്നു. നമുക്ക് അന്നത്തെ വീട് വെള്ളം കയറുന്ന വീടായിരുന്നു. ഒരു 100 പാർട്ടിയോളം എൻ്റെ നഷ്ടപ്പെട്ടു പോയി. ആദ്യം വളരെ റെക്കോർഡുകൾ, ഞാൻ ട്രോഫി മേടിക്കുന്നതും ആലപ്പുഴ കേന്ദ്രമന്ത്രിമാർ ഒരുപാട് മേടിക്കുന്നതൊക്കെ ഒരുപാട് ഫോട്ടോകൾ, അന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ. അതുപോലെ ലൂക്ക് സാർ, ഐക്യ മാത്യു, ഞങ്ങളുടെ വള്ളംകളിയുടെ അവരൊക്കെ ആയിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ. ഞങ്ങൾ സിംഗപ്പൂർ പോകാൻ വേണ്ടി പരിശീലനം നടത്തുന്നത് വെള്ളപ്പൊക്കത്തിൽ പോയി. എല്ലാം മാസം. അതിനുശേഷം പിന്നെ എൻ്റെ മോൻ്റെ സംവിധാനം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. 977 താഴ്ത്തങ്ങാടി പടക്കുതിരയ്ക്ക് ഇട്ട ട്രോഫി. 977 താഴത്തങ്ങാടിയിലെ പടക്കുതിരയ്ക്ക് വേണ്ടി ഇത് 79 പിറവത്ത് വെച്ച ട്രോഫി. ട്രോഫി ആ വള്ളംകളി ആന്ന് പിന്നെ നിന്ന് പോയി. പിന്നെ CBL നടത്തുന്നത്. പിന്നെ അതുപോലെ ഈ ട്രോഫികളൊക്കെ ഈ വള്ളം നമ്മൾ കൊടുക്കുമ്പോൾ കൂലി, ഇന്നത്തെ കൂലിയല്ലേ മേടിക്കുന്നത്. അന്ന് നമ്മൾ 20 രൂപ 40 രൂപ കൂലി പറയും. വള്ളം ജയിച്ചു കഴിഞ്ഞാൽ കൂലി കൊടുക്കും. അപ്പോൾ ഈ കൂലി കൊടുക്കാത്ത വള്ളത്തിന് ട്രോഫി അവൻ്റെ ഉടമയ്ക്ക് തരും. അങ്ങനെ ഈ തരുന്ന ട്രോഫികളായി നമ്മുടെ സ്വന്തം വള്ളത്തിന് ട്രോഫി, ഞാൻ മത്സരിച്ച ട്രോഫികളായിരിക്കുന്നത്. ഈ വള്ളത്തിൽ ഈ തുഴയെന്ന് പറഞ്ഞാൽ എൻ്റെ 54 വർഷം 55 വർഷത്തോളം മുകളിൽ പഴക്കമുള്ള തുഴ പങ്കായ മയമ്പായത്. ഇത് പനകൊണ്ടുണ്ടായ തുഴ. പനകൊണ്ടുള്ള തുഴ നഷ്ടപ്പെടുകയാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പോളിഷ് പിന്നെ മണ്ണെണ്ണയ്ക്കകത്ത് മുക്കിയിട്ടുന്ന തുഴയാണ്. ഈ തുഴ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം തുഴ തന്നത് നമ്മുടെ ആലപ്പുഴ കോട്ടയം കളക്ടറും ആലപ്പുഴ കളക്ടറുമായിരുന്ന ഒരു P വേണുഗോപാലുണ്ട്, നമ്മുടെ നാട്ടുകാരനാണ്. ഈ എൻ്റെ വീടിനടുത്തുള്ള അയൽവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവാണ് എനിക്ക് അക്ഷരം പഠിപ്പിച്ച ആൾ. അപ്പോൾ ഈ വള്ളത്തിൽ ഇവിടെ ഞങ്ങൾ വള്ളം എടുത്തു കഴിഞ്ഞപ്പോൾ തുഴയെടുത്ത് തരുന്ന ചടങ്ങുണ്ട്. അത് ആര് വേണമെന്ന് വരുന്ന തർക്കം ഉണ്ടായി. നമുക്കൊക്കെ ഹരിശ്രീ പഠിപ്പിച്ച് ആശാനെ കൊണ്ടിരിപ്പിക്കാം. അപ്പോൾ ആശാനെ കൊണ്ടിരിപ്പിക്കാൻ വേണ്ടി തുഴയാട്ടോട് ചെന്ന് നിൽക്കുക. മലയ്ക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ഈ തുഴയെടുത്ത് എനിക്ക് തരുന്നത്. എനിക്ക് തരണം തുഴയല്ല തന്നത്. ഞാൻ ദക്ഷിണ മേടിച്ചു, തുഴ മേടിച്ച് 2ാം പങ്കായ മറ്റേ അതും കൊടുത്തു. ഞങ്ങൾ പോകുന്നു മത്സരിക്കാൻ വേണ്ടി. 1ാം പങ്കായക്കാരൻ മത്സരിക്കാൻ വേണ്ട സമയത്ത് പുള്ളിയെ മത്സരിക്കാൻ വരാൻ മേലാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞാൻ ഒന്നായിട്ട് ഈ തുഴയേണ്ടി വന്നു. ആ തുഴയാണ് ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇവനെ എത്ര വള്ളംകളികളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഇത് ഒരു 15-16 മത്സരത്തിൽ. വള്ളംകളിയിൽ ഏറ്റവും രാജാവ് ചുണ്ടൻ, അതിൻ്റെ 1ാം പങ്കായത്. ഇത് അവരുടെ 2ാം പങ്കായം. അത് ഏത് തടിയിലാണ് ഉണ്ടാക്കുന്നത്? എല്ലാം ആഞ്ഞിലിയുടെ കമ്പില്ലാത്ത ആഞ്ഞിലി കൊണ്ട് നല്ല ഒടിഞ്ഞു പോകും. അതാണ്. ഇതിനൊക്കെ ഈ നീളം തന്നെ വേണമെന്നുള്ളതാണോ? ഓരോ വള്ളത്തിന്റെയും ഈ തുഴയുന്ന ആളിന് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ ഹൈറ്റ് അനുസരിച്ച് സ്വല്പം വ്യത്യാസം വരും. ഈ തുഴയുന്ന ആളുടെ കൂടെ കണക്ക് കൂട്ടി ആ തുഴ ഉണ്ടാക്കുന്നത്. മത്സരിക്കുന്ന വള്ളങ്ങൾ 5 വിഭാഗം ഉള്ളത്. അതിൽ തെക്കനോടി എന്ന് പറയുന്നത്. തെക്കനോടി അത് 6 വള്ളമുണ്ട്. 3 കെട്ടുവള്ളവും 3 തറവള്ളവും. അത് തെക്കനോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃക്കുന്നപ്പുഴ ആ ഭാഗത്താ വള്ളങ്ങളുള്ളത്. അങ്ങനെയുള്ള ഇത് ചുരുളൻ വള്ളം. ഇത് നമ്മളെ സ്കൂൾ പിള്ളേർ LP സ്കൂളിൽ ചേർക്കുന്ന പോലെ കുട്ടികൾ പഠിക്കുന്ന വള്ളങ്ങളാണ്. ഇതായിരുന്നു എനിക്ക് ഈ വള്ളം ഉണ്ടായിരുന്നു. ഇത് ഇതുപോലുള്ള വള്ളങ്ങളിലാണ് ഞങ്ങളൊക്കെ വള്ളങ്ങളിൽ പഠിച്ചത്. ഇത് ഇരുട്ടുകുത്തി 1ാം ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം 1ാം ഗ്രേഡ് 55-60 പേര് തുടങ്ങി. ഇതാണോ ഉള്ളതിൽ ഏറ്റവും വലിയ വള്ളം? ഇതാണോ അതോ ചുണ്ടൻവള്ളം? അല്ല, ചുണ്ടൻവള്ളം ഏറ്റവും ഇത് 60 പേര് വരുന്ന ഇരുട്ടുകുത്തി വള്ളം. ഇതിന് ചെറുത് 35 പേര് വരുന്നു, 20 പേര് ഗ്രേഡുണ്ട്. വെപ്പ് വള്ളങ്ങൾ എന്ന് പറയും. പഴയ കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ പാചകത്തിന് ഉപയോഗിക്കുന്ന ഐതിഹ്യം പറയുന്നത്. ചുണ്ടൻവള്ളം യുദ്ധത്തിന് ഉപയോഗിക്കുമ്പോൾ വെപ്പുവെള്ളത്തിൽ ഭക്ഷണം ഉണ്ടാകുന്നത്. അതാണ് വെപ്പുവള്ളങ്ങൾ. അതിന്റെ പേര് അത് ചുണ്ടൻവള്ളം. മൊത്തം ചുണ്ടൻവള്ളമാണ് വള്ളങ്ങളിലെ ഏറ്റവും വലുത്. 95 തുഴക്കാര്, 100 പേരും 110 പേര് നിയമപ്പെടുത്തി 95 തുഴക്കാരും 5 പങ്കായക്കാരും 9 നിരയാളും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള വള്ളങ്ങളാണ് അതാണ് ഏറ്റവും വലിയ വള്ളം മത്സരങ്ങളിൽ ഏറ്റവും വലിയ വള്ളം. പിന്നെ ഈ സാധനം ഇത് നമ്മുടെ ലക്ഷദ്വീപ് പുതാത്തോണി എന്ന് പറയും. ലക്ഷദ്വീപിൽ മത്സരിക്കുന്ന വള്ളമാണ്. ഈ അടുത്ത ലക്ഷദ്വീപ് ഞാൻ പോയപ്പോൾ സുഹൃത്ത് എനിക്ക് സംഭാവന തന്നതാണ്. ഒരുപാട് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് ഹരിത കുമ്മനം പുരുഷ സ്വയം സഹായ സംഘം അഷ്റഫ് കുമ്മനം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അമ്പയർ ആയിട്ട്, ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അമ്പയറായിട്ട് സേവനമനുഷ്ഠിച്ച സമയത്ത് അഷ്റഫ് കുമ്മനത്തിന് ഇവർ ഹരിത കുമ്മനം പുരുഷ സ്വയം സഹായ സംഘം നൽകിയ ഒരു പുരസ്കാരമാണിത്. അതുകൂടാതെ ഒരുപാടുണ്ട്. ചെമ്പിലരയൻ ജലോത്സവം 2022 മത്സര വള്ളംകളിയുടെ കുലപതി ശ്രീ കുമ്മനം അഷ്റഫ്, ചെമ്പിലരയൻ ബോട്ട് ക്ലബ്ബ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബോട്ട് റേസേഴ്സ് ഗ്രൂപ്പ് പ്രസൻറ്റഡ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ്. അതാണ്. അങ്ങനെയും ഒരു പുരസ്കാരമുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ അതുകൊണ്ട് മന്ത്രിമാരിൽ നിന്നും MLA-മാരിൽ നിന്നും ഒക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ. ഇത് ഒരു സംഘടനയുടെ പുരസ്കാരം. അങ്ങനെ
ഒന്ന് ഇക്ബാൽ പബ്ലിക് ലൈബ്രറി, ഒരുപാട് പുരസ്കാരങ്ങൾ. കോട്ടയം വെസ്റ്റ് ക്ലബ്ബ്, അത് ഫേമസ്, നമ്മുടെ താഴത്തങ്ങാടി മത്സര വള്ളംകളി നടത്തുന്നത് അല്ലേ? വള്ളംകളി പ്രേമികളുടെ ഒരു ആവേശം എങ്ങനെയാണ്? വള്ളംകളി പ്രേമികളുടെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഒരു മത്സര വള്ളംകളിക്ക് വള്ളം കളിച്ച് വള്ളം കളിച്ച് കഴിഞ്ഞ് കരയ്ക്ക് വള്ളംകളി കാണാൻ നിൽക്കുക. നെഹ്റു ട്രോഫി ചെറുവള്ളത്തെ കളിച്ചിട്ട് ഞാൻ ഫിനിഷിംഗ് പോയിന്റ് അടുത്ത് ഇപ്പുറത്ത് മാറ്റി ബാക്കി കളി കാണാൻ വേണ്ടി ഞാൻ കരയ്ക്ക് നിൽക്കുന്ന സമയത്ത് പുളുങ്കുന്നും കല്ലുപ്പുറം കൂടെ മത്സരിക്കുക. അപ്പം ഞാൻ ചെറുവള്ളത്തെ മത്സരിക്കുക. പുളുങ്കുന്നും കല്ലുപ്പുറം വയ്ക്കുക. ഞാൻ പറഞ്ഞു കല്ലുപ്പുറം ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. പുറേ നിറച്ച ചവിട്ട് എനിക്ക് ചവിട്ടി വെള്ളത്തിൽ പോയി. ഞാൻ കളിക്കുന്ന ഒരു സ്ത്രീയാണ് ചവിട്ടിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് വെള്ളത്തിൽ കളഞ്ഞത്. പുളുങ്കുന്നുകാരും സ്ത്രീയാണ് ചവിട്ടി കളഞ്ഞത്. അന്ന് പുളുങ്കുന്നും കല്ലുപ്പുറം അത് 69-70 വള്ളംകളിയുടെ സമസ്ത മേഖലകളിലും വള്ളംകളി, അത് തുഴച്ചിലായാലും അതിന്റെ നിയന്ത്രണമായാലും റഫറിയായും അമ്പയറായും എല്ലാം അതിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ ചുക്കാൻ പിടിച്ചു കഴിഞ്ഞ ഒരാളാണ്. അത്രയ്ക്ക് തഴക്കവും പഴക്കവും നെഹ്റു ട്രോഫി ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ ജലമേളകളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ കുമ്മനം അഷ്റഫ്. നമുക്ക് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരാം. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ അദ്ദേഹം ഒബ്സർവറാണ്. കഴിഞ്ഞ വർഷം വരെ അതിൻ്റെ സംഘാടകനായിരുന്നു, കോർഡിനേറ്ററായിരുന്നു. ഇത്തവണ അദ്ദേഹം നിരീക്ഷകനാണ്. നിരീക്ഷകന് സാധാരണയിൽ കവിഞ്ഞ ചുമതലാഭാരമുണ്ട്. എല്ലാ കാര്യങ്ങളും വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഓവറോൾ ചുമതല അദ്ദേഹത്തിൽ ഇത്തവണ നിക്ഷിപ്തമായിരിക്കുകയാണ്. അത് അദ്ദേഹം എല്ലാ തവണത്തെയും പോലെ ഭംഗിയായി നിർവഹിക്കും എന്ന് തന്നെ കരുതാം. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. നമസ്കാരം.